അതൊക്കെ ഇലയില ഇവരുടെ കയ്യില ഇവന്റെ പാത്രം എന്ത് ചെയ്യും? ഹായ്ടാ. എന്ത് പറ്റി? നല്ലപോലെ വീർക്കുന്നുണ്ടല്ലോ. അമ്മയെ പറ്റിക്കുവാന്നോ? ഹായ് അമ്മേ. അയ്യോ, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? അയ്യോ, ഇനി അമ്മയുടെ മോന്റെ കലാവിരുത് അറിയണമെങ്കിൽ ഒന്ന് തുറന്നു നോക്കിയേ. ആ, ബോധം പോയി. എനിക്ക് അപ്പോഴേ തോന്നി ബോധം പോകുന്നു. വെള്ളിയാഴ്ച ആണെങ്കിലേ സ്കൂളിൽ നിന്ന് ധൃതിക്കാണെങ്കിൽ ഞാൻ ഈ പാത്രം കഴുകെടുത്ത് ബാഗിൽ വെച്ചായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ വീട്ടിൽ വന്നിട്ട് അമ്മയുടെ കൊടുക്കാനങ്ങ് മറന്നുപോയി. ഇനിയിപ്പം തിങ്കളാഴ്ച ആയല്ലോ, അപ്പം ചോറെടുത്ത് വെക്കാൻ വേണ്ടി അമ്മ പാത്രം പോയി തുറന്ന. അതൊരു സന്തോഷത്തിരി അല്ലല്ലോ. എടീ മതി ചെറുക്കനെ അടിച്ചത്. ഈ പാത്രം ഞാൻ കഴുകിക്കോളാം. അവന് സ്കൂളിൽ പോകാനുള്ളല്ലോ, വിട്ടേക്ക്. ഇല്ലയോ ചെക്കൻ പിണങ്ങിരിക്കുവന്നോ? എടാ മക്കളെ, ഇനി ശ്രദ്ധിച്ചാ മതി കേട്ടോ. പിണക്കൊക്കെ മാറ്റിയേ. നമുക്ക് ചോറെടുക്കാം. എന്നെ പൊന്ന് പിണങ്ങാതെ. ഇനി അങ്ങനെ ചെയ്യില്ല കേട്ടോ. ഇനി അങ്ങനെ ചെയ്യല്ലേ? ചോറെടുക്കാം. ഇച്ചിരി പാവയ്ക്കമെഴുക്കൂടെ വെക്കട്ടെ? വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. കഴിക്കും. കഴിക്കോ? എന്തൊക്കെ ഉണ്ടായിരുന്നു? മീൻ വറുത്ത് എവിടെ വെക്കണം എന്ന് നമുക്കറിയാമല്ലോ. ചെക്കന്റെ ഒരു ഭാഗ്യം, ഇഷ്ടംപോലെ കൂട്ടാനുണ്ടല്ലോ. മതി, അത്ര. മൊത്തം കഴിക്കണം കേട്ടോ. ആ ബാഗ് കൂടെ ഒന്ന് കഴുകായിരുന്നു. ഭയങ്കര വാട കേട്ടോ. എന്റെ ദൈവമേ. അച്ഛാ, ഞാൻ എന്നാ സ്കൂളിലോട്ട് പോവാ. 5 രൂപ ഉണ്ട്. പുളിമുട്ടായി മേടിച്ചോ. ശരി. എടാ മോനെ, ബാഗിട്ട് കുലുക്കല്ലേടാ. അറിയാതെ ഞാൻ തന്നെ തുറന്നു പോടാ. ഇവനാണ് എൻ്റെ ക്ലാസ്സിലെ പ്രധാന തീറ്റക്കാരൻ. ഇവന്റെ പേര് അശ്വിൻ. ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ ഇരിക്കുന്നത് തന്നെ അവന്റെ കൂടെ. ടോറ് കൊണ്ടുവരാൻ മറന്നിട്ടൊന്നുമില്ലല്ലോ. മറന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇപ്പോഴേ ചെക്ക് ചെയ്യും. കൊണ്ടുവന്നിട്ടുണ്ട്. ഇവൻ ഇന്ന് എന്ത് ഫുഡായിരിക്കും കൊണ്ടുവന്നത്? എനിക്ക് ഇവന് ഫുഡ് കൊടുക്കുന്നോണ്ട് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ചോറ് വെച്ചിട്ട് കൂട്ടാൻ മാത്രം എടുത്തോണ്ട് പോകുന്നത് ഒരു തെണ്ടിത്തരമല്ലേ? എങ്കിൽ ആ തെണ്ടിത്തരം കാണിക്കുന്ന തെണ്ടിയാണ് ഈ ഇരിക്കുന്നത്. കൈ ചിക്കൻ കറി ഉണ്ടില്ലയോ? വേണ്ട രീതി കാണണം. എടാ, ഫുഡ് കഴിക്കണ്ടായോ? ദൈവമേ, ലഞ്ച് ബ്രേക്കിന്റെ സമയം. അശ്വിനെ, സാറ് വിളിക്കുന്നു സ്റ്റാഫ് റൂമിലോട്ട് തന്നെ. കഴിച്ചിട്ട് വരാന്ന് പറ. എടാ, സാറ് അത്യാവശ്യമായിട്ട് വിളിക്കും. നീ അങ്ങോട്ട് തന്നെ. ഇതൊരു അത്യാവശ്യത്തിനായിരിക്കും. വെറുതെ വെറുപ്പിക്കേണ്ട. സിനിമാർക്ക് കിട്ടാനുള്ള ലക്ഷ്യം. അങ്ങോട്ട് ഓടിച്ചെല്ലടാ. അങ്ങോട്ട് അവിടെ ഇരിക്കട്ടെ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? പാതി മീൻമർത്ത എനിക്ക് വേണം കേട്ടോ. പാതി ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ, അതെനിക്ക് വേണം പകുതി. അവനെ വെച്ച് നോക്കുമ്പോ എന്റെ മൊയാളി എന്ത് പാവുക. ബുദ്ധി. അതാണ്ട്
ആക്രാന്തം കാണിക്കാനുള്ള പെതുക്കെ തുറന്നാൻ പറ്റും. സാറെന്തിനാ സാറേ ചോറുന്ന സമയത്ത് എന്നെ വിളിപ്പിച്ചേ? നടക്കുവോ? ഞാൻ തുറക്കാം. സാറ് വിളിച്ചെന്ന് വന്ന് പറഞ്ഞു പിള്ളേര്. പിന്നെ അങ്ങനെ പറയാൻ എങ്ങനെയാ? എടാ ഇങ്ങനെ ഇടിക്കാലടാ, ഞാൻ ചളുങ്ങോടാ. ഈ എന്തൊരു ഇടിയാടാ എന്റെ ദൈവമേ. അപ്പൊ വിളിപ്പിച്ചില്ല. ഓ എടാ ചൂട് ചോറ് ഇട്ടപ്പോ ടൈറ്റായി പോയതാടാ. എടാ ഏറ് കൊണ്ടാണ് ഇതൊക്കെ തുറക്കടാ. ശരി. പൊട്ടം വല്ലതൊക്കെ വല്ലവരും പറയുന്നത് കേട്ടിട്ട് വന്നത് എൻഡി. ഞാനാണോ സാർ അവനാണോ സാറ്? ക്ലാസ്സിലോട്ട് വരുന്നുണ്ടോ? അയ്യോ എന്റെ തല, അയ്യോ എന്റെ കണ്ണ്, എന്റെ മൂക്ക്. കള്ളത്തെണ്ടികൾ എന്നെ പറ്റിച്ചത്. അയ്യോ എന്റെ താഴോ ശൂശോ, എന്റെ ദൈവം പെതുക്കെ വീടാ. അയ്യോ എടാ അതിനകത്തൊന്നും ഇല്ല. ഓ ഇല്ലയോ? ഇപ്പൊ നീ പറഞ്ഞില്ലേ പകുതിയിലാണ് അതിന് തരൂ. അതില് നിന്റെ അതില് പാതി മീൻ വറുത്തില്ലല്ലോ, പിന്നെന്തിനാ ഞാൻ തരുന്നേ? വടാ. ചോറും കറിയും ഉണ്ടല്ലോ, അവൻ കഴിക്ക്. വാരി വാരി തിന്ന്. മുള്ളു തന്നില്ലെന്ന് വേണ്ട. അമ്മേ ഞാൻ കളിക്കാൻ പോവാട്ടോ. അപ്പൊ നിനക്ക് പഠിക്കണ്ടായോ? ഇങ്ങോട്ട് ഓണത്തിന്റെ അവധി ഇല്ലയോ? ഞാൻ ഇന്ന് കളിച്ച് മടുക്കൊപ്പം കാണാൻ കേട്ടാ. ബൈ. എടാ തുണി ഒന്ന് മാറിയിട്ട് പോടാ. ഓ ദൈവമേ, ഇനി 10 ദിവസം എന്റെ കുന്തളിപ്പായിരിക്കുമല്ലോ. 10 ദിവസവും 10 ദിവസം ഞാൻ ഇതിനകത്തിരുന്ന് പുഴുങ്ങുമല്ലോ. എന്നിട്ട് തുറക്കുമ്പോ എന്റെ അവസ്ഥ